ആരുടെയും കണ്ണിൽപ്പെടാതെ നീ ഒതുങ്ങിക്കിടക്കുമ്പോൾ, നിന്നെ കണ്ടെത്തുവാൻ ഒരുവനുമില്ലാതെ നീ അകപ്പെട്ട മുൾപ്പടർപ്പിൽ, നീ പെട്ടുപോയ പൊട്ടക്കുഴിയിൽ നിന്നെ കണ്ടെത്തുവാൻ ഒരുത്തനുമില്ലാതിരിക്കുന്നുവെന്ന് നീ കരുതുമ്പോൾ, നീ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ ഇറങ്ങിപ്പോയാൽ, നീ മരിച്ചവരോടുകൂടെ മൃതപ്രായന്മാരോടുകൂടെ കുഴികളിൽ ഇറങ്ങിപ്പോയാൽ, നിന്നെ കണ്ടെത്തി അവിടെ നിന്ന് മടക്കിക്കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. 21 സങ്കീർത്തനം അതിൻ്റെ 3 വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 21 സങ്കീർത്തനം അതിൻ്റെ 3 വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു, തങ്ക കിരീടത്തെ അവൻ്റെ തലയിൽ വയ്ക്കുന്നു. എന്നോട് ചേർന്ന് പറഞ്ഞേ, നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു, തങ്ക കിരീടത്തെ അവൻ്റെ തലയിൽ വയ്ക്കുന്നു. എൻകൗണ്ടർ ആൻഡ് ക്രൗണിങ് 2 ഭാഗങ്ങളാണ് ഈ വാക്യത്തിൽ നാം ധ്യാനിച്ചു വരുന്നത്. അതിൻ്റെ പ്രാരംഭ ഭാഗമായ എൻകൗണ്ടറാണ് ഈ ദിവസങ്ങളിൽ നാം ധ്യാനിക്കുന്നത്. അത് ഭാഗമായി നാം ധ്യാനിച്ചു വരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ദാവീദിന് ലഭിച്ചതായ ദൈവവുമായുള്ള അഭിമുഖങ്ങൾക്ക് അപ്പുറമായിട്ട് 12 വർഷത്തെ രോഗത്തിൻ്റെ ചരിത്രമുള്ള ഒരു സ്ത്രീ വിടുതലിനായി കടന്നു വരുമ്പോൾ, വിടുതലിനപ്പുറം ഒരു ദൈവിക അഭിമുഖവുമായി മടങ്ങിപ്പോകുന്നത്, അത്തിവൃക്ഷത്തിന്മേലിരുന്ന് യേശു എങ്ങനെയുള്ളവനെന്ന് നിരീക്ഷണ മനോഭാവത്തോടുകൂടെ ഇരുന്നവൻ യേശുവുമായി ഒരു അഭിമുഖത്തെ പ്രാപിക്കുക മാത്രമല്ല, അവൻ്റെ ഭവനത്തിൽ നീണ്ടു നിൽക്കുന്ന ഒരു സാന്നിധ്യത്തെ അവൻ ഉൾക്കൊണ്ടത്. പരിശുദ്ധാത്മ പൂർണ്ണനാക്കുവാൻ തക്കവണ്ണം ദമാസ്കസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് പൗലോസിന് അഭിമുഖമായി നിന്ന കർത്താവിൻ്റെ സാന്നിധ്യം. ഇങ്ങനെ നാം 1ാമത്തെ ഭാഗത്തിൽ പഠിച്ചു വന്നു. 2ാമതായി, നീണ്ട കാലങ്ങൾ ജീവിതത്തിൽ നീതിയുള്ള മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ടിട്ടോ, തന്നാലാവോളം വിശുദ്ധമായി നീതിയോടെ ജീവിച്ചിട്ടോ, ദൈവത്തിൻ്റെ കൽപ്പനകളിലൊക്കെ കുറ്റമില്ലാത്തവനായി നിന്നിട്ടോ, ജീവിതത്തിൽ ഒരു നന്മ കണ്ടെത്തുവാൻ കഴിയാതിരുന്ന സെഖറിയാവെന്ന പുരോഹിതൻ, ജീവിതത്തിൽ നന്മയുടെ വഴികളൊന്നും തുറക്കാതിരുന്നിട്ടും പരമാർത്ഥതയോടുകൂടെ ദൈവത്തെ സ്നേഹിച്ച ഭക്തൻ, ആ ഭക്തൻ്റെ ശുശ്രൂഷയുടെ നാളുകളിൽ ഒന്നിൽ ദൈവത്തിൻ്റെ ദൂതൻ തൻ്റെ മുൻപാകെ കടന്നു വന്ന് നിന്നത്, ധൂപപീഠം പോലെ പുകയുന്ന തൻ്റെ ജീവിതത്തിന് അഭിമുഖമായി തൻ്റെ ചാര നിൽക്കുന്ന ദൂതൻ്റെ സാന്നിധ്യത്തെ അഭിമുഖമായി തിരിച്ചറിഞ്ഞ സെഖറിയ പുരോഹിതന് ലഭിച്ച അഭിമുഖ. അടുത്തതായി നാം ഒടുവിലായി കണ്ടത്, ഗിദെയോൻ എന്നൊരു സാധു മനുഷ്യൻ, മിദ്യാന്യരെന്ന ശത്രു മനുഷ്യർ തൻ്റെ രാഷ്ട്രത്തെ മുഴുവൻ അധീശത്വപ്പെടുത്തി തൻ്റെ സമകാലികർ വിതയ്ക്കുന്നതൊക്കെ കൊയ്തെടുക്കുന്ന സമയമാകുമ്പോൾ വന്ന് അതിനെ മുച്ചൂടും മുടിച്ചിട്ട് പോകുന്ന ശത്രു ശക്തികളുടെ തുടർമാനമായ ആക്രമണ പരമ്പരകളുടെ നടുവിൽ തനിക്കുള്ളതായ ഒരു അല്പം കോതമ്പ് അത് നഷ്ടമാകാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് തനിക്ക് കിട്ടിയ വാഗ്ദത്തം, തനിക്ക് കിട്ടിയ നന്മകൾ, തൻ്റെ അധ്വാന ഫലങ്ങൾ, തൻ്റെ കുടുംബം, തൻ്റെ കുഞ്ഞുങ്ങൾ അത് നഷ്ടമാകാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് ഒളിച്ചിരുന്ന് ഇത് മെതിക്കുന്ന ഗിദെയോൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് പ്രത്യക്ഷത നൽകുന്നതായ ഗിദെയോന് ലഭിച്ച ദൈവാഭിമുഖം. ഇതാണ് നാം ഒടുവിലായി ധ്യാനിച്ച് നിർത്തിയത്. ഇന്ന് പകൽക്കാലം അടുത്ത അഭിമുഖത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചിരുന്നു, വിശുദ്ധ തിരുവെഴുത്തിൽ ആദ്യം ദൂതൻ പ്രത്യക്ഷനായി എന്ന് പറയുന്ന തന്നെ ഭാഗത്തിലേക്ക് കടന്നു വരുന്നത് അവിടെയാണ്. ആദ്യത്തെ ദൂതപ്രത്യക്ഷത തന്നെ പരാമർശിക്കുന്നത് അവിടെയാണ്. സ്തോത്രം. അതിനു മുമ്പ് കെരൂബുകൾ വാളിൻ്റെ ജ്വാലയുമായി നിൽക്കുന്നതൊക്കെ പരാമർശിക്കുന്നത് മനുഷ്യനെ കാണുവാനല്ല, മനുഷ്യൻ കാണാതിരിക്കുവാനാണ്. സ്തോത്രം. ആ ദൂതന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. എന്നാൽ മനുഷ്യനെ കാണുവാൻ തക്കവണ്ണം ഇറങ്ങി വന്ന ദൂതൻ എന്ന് പറഞ്ഞ് നാം പഠിച്ചു തുടങ്ങുമ്പോൾ അത് ആദ്യമാർക്കായിരിക്കും ദൂതൻ പ്രത്യക്ഷപ്പെട്ടത്? ആർക്കായിരിക്കും ആദ്യം ദൂതൻ പ്രത്യക്ഷപ്പെട്ടത്? സ്തോത്രം. നമ്മൾ തിരുവെഴുത്തിലേക്ക് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിൻ്റെ അരികെ, സൂര്യന് പോകുന്ന വഴിയിൽ നീരുറവിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. വായിച്ച പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ ആരാണ് വ്യക്തിയെന്നും എന്താണ് സംഗതിയെന്നും ഏതായിരുന്നു സാഹചര്യമെന്നും നിങ്ങൾക്ക് മനസ്സിലായി. യഹോവയുടെ ദൂതൻ മരുഭൂമിയിലെ ഒരു നീരുറവിൻ്റെ അരികെ, സൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. എൻകൗണ്ടർ ഓഫ് ആഗാർ. ഹാഗാറിന് ലഭിച്ചതായിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിമുഖമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ 1ാമത് കടന്നു പോകുന്നു ഹാഗാറിൻ്റെ എൻകൗണ്ടർ, ഹാഗാറിന് ലഭിച്ച
ദൈവ പ്രത്യക്ഷത എന്ന വിഷയത്തിലേക്ക്. എൻ്റെ സഹോദരങ്ങളെ, ഹാഗാറിന് ലഭിച്ച ദൂതപ്രത്യക്ഷത ഞാൻ കഴിഞ്ഞ ദിവസവും ഓർപ്പിച്ചിരുന്നു. ക്രിസ്റ്റോഫാനി എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ പൂർവ്വപ്രത്യക്ഷതയോട് ചേർത്ത് പഠിപ്പാൻ കഴിയുന്ന ഒരു ഭാഗമാണ്. ഞാനതിലേക്ക് ആഴമായി കടക്കുന്നില്ല. എന്നാൽ ഈ ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഞാൻ അതിനകത്തു നിന്ന് ചില ഭാഗങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ പറയുകയാണ്, യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിൻ്റെ അരികെ വെച്ച് അവളെ കണ്ടു. ഒരഭിമുഖമുണ്ടായി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. എന്നാൽ ഓരോ എൻകൗണ്ടറിനകത്തും മറഞ്ഞിരിക്കുന്ന ഒരു സംഗതിയെ ഞാൻ നിങ്ങളോട് പറയാം. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആൻഡ് ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് ഫൗണ്ട് ഹെർ ബൈ എ ഫൗണ്ടൻ ഓഫ് വാട്ടർ. ആമേൻ. എവിടെയെങ്കിലും ഒരു മനുഷ്യൻ്റെ ഒരു എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ അത് ദൈവം അവനെ കണ്ടെത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. നിന്റെ എൻകൗണ്ടറുകൾ നിന്നോട് പറയുകയാണ്, ആമേൻ, ദ ലോർഡ് ഫൗണ്ട് ഹെർ. ആമേൻ. നിന്നെ ദൈവം കണ്ടെത്തിയത് കൊണ്ടാണ് ദൈവം നിന്റെ അടുക്കൽ ഇറങ്ങി വന്നത്. ആമേൻ. നീ എവിടെ ആയിരിക്കുന്നോ അവിടെ ദൈവം നിന്നെ കണ്ടെത്തി. ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞാട്ടെ, ആരുടെയും കണ്ണിൽപ്പെടാതെ നീ ഒതുങ്ങിക്കിടക്കുമ്പോൾ, നിന്നെ കണ്ടെത്തുവാൻ ഒരുവനുമില്ലാതെ നീ അകപ്പെട്ട മുൾപ്പടർപ്പിൽ, നീ പെട്ടുപോയ പൊട്ടക്കുഴിയിൽ നിന്നെ കണ്ടെത്തുവാൻ ഒരുത്തനുമില്ലാതിരിക്കുന്നുവെന്ന് നീ കരുതുമ്പോൾ, നീ ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ ഇറങ്ങിപ്പോയാൽ, നീ മരിച്ചവരോടുകൂടെ മൃതപ്രായന്മാരോടുകൂടെ കുഴികളിൽ ഇറങ്ങിപ്പോയാൽ, നിന്നെ കണ്ടെത്തി അവിടെ നിന്ന് മടക്കി കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. എഫെസ്യ ലേഖനത്തിൽ ഇങ്ങനെയൊരു ഭാഗം എഴുതിയിരിക്കുകയാണ്. അവൻ കയറി എന്നതിനാൽ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ, അവൻ ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിലേക്ക് കയറിപ്പോയി എന്ന്. എൻ്റെ സഹോദരങ്ങളെ, ഭൂമിയുടെ അതോ ഭാഗങ്ങളിലെ അടയപ്പെട്ട പാതാള വാതിലുകൾക്കപ്പുറം ഒതുങ്ങിക്കിടന്ന ഭക്തന്മാരെ കണ്ടെത്തിയത് ഒരു മനുഷ്യനല്ല, ശാസ്ത്രജ്ഞനല്ല, ശാസ്ത്രമല്ല. പകരം 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ ഗിരിമുകളിൽ ക്രൂശിതനായിരിക്കുന്ന ക്രിസ്തു 3 ദിവസങ്ങൾ ഭൂമിയിൽ അപ്രത്യക്ഷനായപ്പോൾ യേശു എവിടെയായിരുന്നുവെന്ന് ചോദിച്ചാൽ ഒരൊറ്റ മറുപടിയേ ഉള്ളൂ: അവൻ ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ മറഞ്ഞു കിടന്ന വൃതന്മാരെ കണ്ടെത്തുവാൻ തക്കവണ്ണം ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. ആ 3 ദിനരാത്രങ്ങൾ കൊണ്ട് യേശു തലമുറയായി മരണം മറച്ചു വെച്ച, മരണം ഒളിപ്പിച്ചു വെച്ച, മരണം താഴ്ത്തിക്കളഞ്ഞ അത്ര പരിശുദ്ധന്മാരെയോ വിഭക്തന്മാരെയോ കണ്ടെത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ഇന്ന് പകൽ ഞാൻ അതിനകത്തുനിന്നൊരു ദൂത് പറയാ. നീ പരമാർത്ഥമായി ദൈവത്തെ സ്നേഹിച്ചും സേവിച്ചും നിൽക്കുമ്പോൾ മരണവും പാതാളവും കൂടെ നിന്നെ പെട്ടിയിലടച്ച്, നിന്നെ കുഴിയിലടച്ച് ഒളിപ്പിച്ച് നിർത്തിയാൽ, അവിടെ നിന്ന് വന്ന് നിന്നെ കണ്ടെത്തി പൊക്കിയെടുത്ത് ഉയരത്തിൽ കൊണ്ടുപോകുവാൻ കരുത്തുള്ള ഒരു ദൈവം. ഹോളി സ്പിരിറ്റ്. വാഗ്ദത്തമുള്ളവനെ ഏത് കുഴിക്കകത്തടച്ചാലും, ഏത് തടവറയ്ക്കകത്തടച്ചാലും ദൈവം അവനെ കണ്ടെത്തോ. സൂര്യന് പോകുന്ന വഴിയിൽ മരുഭൂമിയിലെ നീരുറവിൻ്റെ അരികെ, ആമേൻ, ദൂതൻ ഹാഗാറിനെ കണ്ടെത്തി. ദൂതൻ ഹാഗാറിനെ കണ്ടെത്തി. അങ്ങനെയെങ്കിൽ എന്താണ് അതിൻ്റെ കാര്യമെന്ന് ഞാനതിനെ ഒരല്പം നമ്മുടെ മാനുഷിക ബൗദ്ധിക്കകത്ത് ഞാൻ പറയാ. രാവിലെ അബ്രഹാമിൻ്റെ വീട്ടിൽ ദൈവം കണക്കെടുക്കാൻ ദൂതനെ അയച്ചോ. രാവിലെ കണക്കെടുക്കാൻ ദൂതനെ അയച്ചപ്പോൾ സ്തോത്ര, ദൂതൻ സ്വർഗത്തിൽ മടങ്ങി വന്നിട്ട് പറഞ്ഞോ, ദൂതന്റെ അടുക്കൽ ദൈവം ചോദിച്ച അറ്റൻഡൻസ് ഫുൾ അറ്റൻഡൻസ് ആണോ എന്ന് ചോദിച്ചോ. ദൂതൻ പറഞ്ഞു, അബ്രഹാം ഉണ്ടായിരുന്നോ, സാറയുണ്ടായിരുന്നോ, അവിടുത്തെ പണിക്കാരെല്ലാം ഉണ്ടായിരുന്നോ, പക്ഷെ ഒരാൾ ആ വീട്ടിൽ ആബ്സെന്റ് ആണ്. ആരാണ് ആബ്സെന്റ്? ഹാഗാർ എന്ന് പറഞ്ഞ ഒരു പെങ്കൊച്ചില്ലേ, സാറായുടെ വാർഡ്രോബ് അസിസ്റ്റന്റ് ആയിട്ട് നിന്നവൾ. അവളെ കാണാനില്ല, അവൾ അവിടെ ഇല്ല. ആമേൻ. ദൈവം ദൂതനോട് ചോദിച്ചു കാണോ, നീ അവിടെയെല്ലാം നന്നായി അന്വേഷിച്ചോ? ഞാൻ നന്നായി അന്വേഷിച്ചോ. നീ ആരുടെ അടുക്കലും ചോദിച്ചില്ലേ? ചോദിക്കാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല. അപ്പോൾ ദൈവം ദൂതനോടൊന്ന് പറഞ്ഞു കാണോ, അബ്രഹാമിന്റെ വീട്ടിൽ അവളെ കണ്ടില്ലെങ്കിൽ അവൾ എവിടെയുണ്ടെന്ന് നീ ഉടൻ കണ്ടെത്തണോ. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ, ഹാഗാർ അബ്രഹാമിന്റെ വീട്ടിൽ മിസ്സിംഗ് ആയതിൽ അബ്രഹാമിനൊരു ദണ്ണോ ഇല്ല, സാറായിക്കൊരു നഷ്ടോ ഇല്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞോ, ആ മിസ്സിംഗ് ആയി നിൽക്കുന്ന വ്യക്തിയെ നീ എവിടെയാണെങ്കിലും കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. ദൂതൻ സെർച്ചിങ്ങിനിറങ്ങി. കഴുതയെ കണ്ടെത്തുവാൻ അലഞ്ഞു തിരിഞ്ഞ ശൗലിനെ പോലെ ദൂതൻ സെർച്ചിങ്ങിനിറങ്ങി. ദൂതൻ സെർച്ച് ചെയ്ത് സൂര്യന് പോകുന്ന വഴിയിൽ ഒരു നീരുറവിൻ്റെ അരികത്ത് നിൽക്കുമ്പോൾ സ്തോത്ര, അവിടെ ചെന്നപ്പോൾ ദാണ്ടടാ, രാവിലെ തുടങ്ങി അന്വേഷിക്കുന്ന പെങ്കൊച്ചവിടെ ഇരിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലെ, ആ പോയ വഴി മുഴുവൻ ഹാഗാർ പറഞ്ഞു കാണും, ഞാൻ പോയ ആർക്ക് പോകാനാ, ഞാൻ ചത്ത ആർക്ക് പോകാനാ, എന്നെ ആരന്വേഷിച്ച് വരാനാ. ഇന്ന് പകൽക്കാലം നീ അറിയണം, നിന്നെ അന്വേഷിച്ച് കണ്ടെത്താൻ ഉലകത്തിൽ
ഭൂമിയിൽ ഒരു അപ്പനും അമ്മയും പോലും നിനക്ക് വേണ്ടി കരുതുന്നവനില്ലെങ്കിൽ ഇന്ന് പകൽ നീ മിസ്സിംഗ് ആയാൽ നിന്നെ സെർച്ച് ചെയ്ത് നിന്നെ ഫൈൻഡ് ചെയ്യാൻ നിനക്ക് സ്വർഗത്തിൽ ഒരു അപ്പനുണ്ട്. ഞാൻ അനാഥനല്ല, ഞാൻ അനാഥനല്ല. ഇന്ന് പകൽ കരമുയർത്തി ശബ്ദമുയർത്തി പറ, ഞാൻ അനാഥനല്ല, ഞാൻ അനാഥൻ ആകുകയുമില്ല. And the angel of the Lord found her. അവളെ കണ്ടെത്തി. അങ്ങനെയെങ്കിൽ ദൂതൻ അവളെ എന്ത് ചെയ്യുകയായിരുന്നു? അന്വേഷിക്കുകയായിരുന്നു. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയട്ടെ, നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചപ്പോഴല്ല നമ്മുടെ എൻകൗണ്ടർ. നമ്മളെ ദൈവം ഒത്തിരി അന്വേഷിച്ചാണ് നമ്മുടെ എൻകൗണ്ടർ. ഇന്ന് പകൽ എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടല്ല എൻ്റെ എൻകൗണ്ടർ, പകരം എൻ്റെ ദൈവം എന്നെ ഒത്തിരി സ്നേഹിച്ചിട്ടാ, എൻ്റെ ദൈവം എന്നെ ഒത്തിരി അന്വേഷിച്ചിട്ടാ. ദൂതനവളെ കണ്ടു. സ്തോത്രം. ദൂതനവളെ കണ്ടിട്ട് അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ, സാറായുടെ ദാസിയായ ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? 7-ാം വാക്യം ഒന്ന് ഡിസ്പ്ലേ ചെയ്യാമോ? 7-ാം വാക്യം. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിൻ്റെ അരികെ വായിച്ച്, സൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. അവൾ എങ്ങോട്ട് പോവുകയായിരുന്നു? അവൾ എങ്ങോട്ട് പോവുകയായിരുന്നു? സൂര്യന് പോവുകയായിരുന്നു. എല്ലാവരും പറഞ്ഞല്ലോ. പക്ഷെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൂതൻ അവളോട് ചോദിക്കുകയാണ്, സാറായുടെ ദാസിയായ ഹാഗാർ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നുവെന്ന് ചോദിച്ചു. എത്ര ചോദ്യം ചോദിച്ചു? 2 ചോദ്യം ചോദിച്ചു. അതിനവൾ, ഞാൻ എൻ്റെ യജമാനത്തി സാറായിയെ വിട്ട് ഓടിപ്പോകുകയാകുന്നു. അവൾ എത്ര ആൻസർ പറഞ്ഞു? 1. 2 ചോദ്യങ്ങൾക്ക് അവൾക്ക് ഒരാൻസറേ ഉള്ളായിരുന്നു. 2ാമത്തെ ചോദ്യത്തിന് അവൾക്ക് എന്തില്ലായിരുന്നു? ആൻസർ ഇല്ലായിരുന്നു. അവള് പോകുന്ന വഴി കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു, അവള് സൂര്യന് പോവാ, അവള് സൂര്യന് പോവാ. പോകുന്ന വഴി കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു, അവള് സൂര്യന് പോവാ. പക്ഷെ അവങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ലായിരുന്നു. നിന്നെ കാണുന്നവരെല്ലാം ചിന്തിക്കുന്ന നീ നല്ല 110 സൂപ്പർ ഫാസ്റ്റ് പോലെ പോവുകയാ, നിനക്ക് നല്ല ലക്ഷ്യബോധമുണ്ട്, നീ എന്തോ കണ്ടിട്ടാ പോകുന്നത്. നീ എന്തോ കണ്ടിട്ടാ, നിനക്ക് വേണ്ടി ആരൊക്കെയോ ഉണ്ട്, നിനക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്, നീ എന്തോ നല്ല നന്മ കണ്ടിട്ടാ മൂവ് ചെയ്യുന്നത്. നിനക്ക് നല്ല ഫിക്സഡ് കിടപ്പുണ്ട്, നിനക്ക് നല്ല ഡിപ്പോസിറ്റ് കിടപ്പുണ്ട്, നിനക്ക് നല്ല സപ്പോർട്ടേഴ്സ് ഉണ്ട്, നിനക്ക് നല്ല ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ഉണ്ട്, നിനക്ക് നല്ല ഒരു ലക്ഷ്യമുണ്ട്, നിനക്ക് എന്തോ പേടിക്കാനാ. മനുഷ്യനൊക്കെ നിന്നെ നോക്കിയിട്ട് നിനക്കൊരു കുഴപ്പമില്ലെന്ന് പുറത്തു നിന്ന് പറയുമ്പോൾ നിന്റെ ചങ്കിനകത്ത വേദന നിനക്കറിയാം. എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. വഴിയെ പോകുന്നവരൊക്കെ അവളുടെ പോക്ക് കണ്ടിട്ട് പറഞ്ഞോ, അവള് സൂര്യന് പോവുക. പക്ഷെ അവിടെ അകതാരിലറിയാം, ഞാൻ സൂര്യന് പോയ അവിടെ എനിക്ക് ആരുമില്ല, ഞാൻ എങ്ങോട്ട് പോകാനാ? ഇന്ന് പകൽക്കാലം ആർക്കാണ് ദൂതൻ പ്രത്യക്ഷനായതെന്നറിയാമോ? എങ്ങോട്ട് പോകണമെന്നറിയാതെ അലയുന്നവർക്ക് ദൂതൻ പ്രത്യക്ഷനായി. നാട്ടുകാരൊക്കെ പറഞ്ഞ അവർക്ക് ഒരു കുഴപ്പമില്ല, കണ്ട 110 കിലോ വെയിറ്റ് ഇല്ലേ, മിനുമിന ഇരിക്കുമല്ലേ, എന്തിൻ്റെ കുറവാ? പക്ഷെ അവൻ്റെ ചങ്കിൻ്റെ വേദന അവനെ അറിയത്തുള്ളായിരുന്നു. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലെ, മനുഷ്യൻ അറിയാത്ത ഭാരം ചുമക്കുമ്പോൾ, മനുഷ്യൻ അറിയാത്ത വേദന നീ ചുമക്കുമ്പോൾ, നിന്റെ ജീവിതത്തിൽ ആശങ്കയുടെ ഇരുട്ട് വ്യാപരിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിൽ അൺസർട്ടനിറ്റിയുടെ കളറ് ഡാർക്കായി വരുമ്പോൾ, നീ ഒരു കാര്യം തിരിച്ചറിയണം. നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കാൻ നിൽക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. മനുഷ്യൻ നിന്റെ ഡ്രസ്സ് കണ്ട്, നിന്റെ വണ്ടി കണ്ട്, നിന്റെ വീട് കണ്ട്, നിന്റെ സെറ്റപ്പ് കണ്ടൊക്കെ നിനക്ക് വിലയിട്ട് നിന്നെ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നിന്റെ ശൂന്യതയും നിന്റെ ആങ്സൈറ്റിയും അറിയുന്ന ഒരു ദൈവം ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി നിന്നോട് പറയുന്നു. നാട്ടുകാർക്കൊക്കെ ഒരു പറച്ചിലുണ്ട്, നീ എങ്ങോട്ടോ പോവുകയാണെന്ന്. പക്ഷേ നീ ഒന്നും കണ്ടിട്ടല്ല പോകുന്നതെന്ന് നിന്റെ സ്വർഗത്തിലെ ദൈവത്തിന് നന്നായിട്ടറിയാം. ഇന്നീ വഴിയിൽ, ഇന്നീ ജീവിതത്തിൻ്റെ പന്താവിൽ
നാളെ എന്താകും കർത്താവേ എന്ന്, അടുത്ത ആഴ്ച ഞാൻ എന്ത് ചെയ്യും കർത്താവേ എന്ന് ആദി കയറി നീറിപ്പോകയുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിനക്ക് വേണ്ടി വഴിമധ്യത്തിൽ ഇറങ്ങി വന്ന് നിന്നോട് അഭിമുഖമായി സംസാരിച്ച് നിനക്കൊരു എൻകൗണ്ടർ തരുവാൻ സ്വർഗത്തിൽ നിന്നൊരുത്തൻ ഇറങ്ങി വരുന്നുണ്ട്. When the darkness of the uncertainty become thickens, അനിശ്ചിതത്വത്തിന്റെ ഇരുട്ട് നിന്റെ ജീവിതത്തിൽ കടുപ്പം കൂട്ടുമ്പോൾ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് അഭിമുഖമായി നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന് സ്തോത്രം. അതുകൊണ്ട് 136 സങ്കീർത്തനം 23 വാക്യത്തിൽ ആരാധനയുടെ ഇടയ്ക്ക് അവൻ കയറി ഒരു പാട്ട് പാടുകയാ. എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്തവൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. 23 He who remembered me in my low estate, എൻ്റെ ജീവിതത്തിൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്തവൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നിന്റെ പോക്ക് കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു, നിനക്ക് പോകാനിടമുണ്ട്, നിനക്ക് എന്തിൻ്റെ കുറവാ, നീ മിടുക്കനാ, നിനക്ക് കഴിവുണ്ട്, നിനക്ക് പ്രാപ്തിയുണ്ട്, നിനക്ക് വീട്ടുകാരുണ്ട്, നിനക്ക് നാട്ടുകാരുണ്ട്, നിനക്ക് ഫിക്സഡ് ഉണ്ട്, നിനക്ക് സ്ഥിര വരുമാനമുണ്ട്. പക്ഷെ നിന്റെ ചങ്കിനകത്ത് നീറ്റല് നിനക്കറിയാം, നിന്റെ ഒറ്റപ്പെടലുകൾ, നിന്റെ പ്രതികൂലങ്ങൾ. സ്വർഗം പറയുക, നാട്ടുകാരെല്ലാം പറഞ്ഞു അവള് ശൂരിന് പോവാണ്. പക്ഷെ ദൂതൻ ചോദിച്ചു, നീ എങ്ങോട്ട് പോവാ? മറുപടിയില്ലാത്ത, നാളെയെക്കുറിച്ച് ആകുലപ്പെടുന്ന, നാളെ എന്തെന്ന് അറിയാത്ത സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. In the season of uncertainty, declare it as the season of encounter. അനിശ്ചിതത്വത്തിൻ്റെ കാലങ്ങളെ നോക്കി പറഞ്ഞാട്ടെ, ഇത് ഞാൻ ദൈവത്തെ അഭിമുഖമായി കാണുന്ന. എൻകൗണ്ടറിനകത്ത് നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഒരു എൻകൗണ്ടർ ഉണ്ടായാൽ എൻ്റെ എല്ലാ പ്രശ്നവും മാറും. ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവിടെ വരെ എത്തിയത്. ഒരു എൻകൗണ്ടർ സംഭവിച്ചു. ആ എൻകൗണ്ടർ അവൾക്ക് എന്ത് ചെയ്യും? ഒരു പുതിയ വഴി തുറന്നു കൊടുക്കും. അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വഴി. അവളെയും അവളുടെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെയും കൂടെ സ്വീകരിക്കാൻ ഒരു നല്ല മനുഷ്യൻ, അല്ലെങ്കിൽ കയറി ചെല്ലാൻ അവൾ ഈ പ്രഗ്നൻസി പീരീഡിൽ ചെന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു ജോലി. ഇതൊക്കെയല്ലേ ദൈവത്തിൻ്റെ കരുതൽ? ഇതൊക്കെയല്ലേ ഒരു എൻകൗണ്ടറിൽ സംഭവിക്കേണ്ടത്? പക്ഷേ ആ എൻകൗണ്ടറിൽ ഇതൊന്നും സംഭവിച്ചില്ല. ആ എൻകൗണ്ടറിൽ ദൂതൻ എന്താണ് അവളോട് പറഞ്ഞതെന്നറിയാമോ? നീ ഒന്ന് യു ടേൺ എടുക്കുക. നീ യു ടേൺ എടുത്ത് തിരികെ പോയി. അതിൻ്റെ 9 വാക്യത്തിൽ നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് കൽപ്പിച്ചു. ഇതെന്താ ദൂതൻ പറയുന്നത്? നമ്മൾ പലപ്പോഴും ദൈവം ഇപ്പോൾ ഒരു വഴി തുറക്കുമെന്ന് ഭയങ്കരമായി പ്രതീക്ഷിച്ചാലും ദൈവം തുറക്കുകയില്ല. പലപ്പോഴും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഭയങ്കര സാന്നിധ്യം അറിയും, ദൈവം ഇറങ്ങി വന്നതറിയും, പക്ഷെ നമ്മുടെ അവസ്ഥകൾക്കൊന്നും എന്തുണ്ടാകുകയില്ല, മാറ്റം ഉണ്ടാവുകയില്ല. എൻ്റെ സഹോദരങ്ങളെ, ഹാഗാർ തിരിച്ചവളുടെ വീട്ടിൽ ചെന്നു വന്നിരിക്കട്ടെ. ആ സാഹചര്യത്തിലേക്ക് ഞാനൊന്ന് ഇറങ്ങുകയാണ്. ഹാഗാർ പ്രഗ്നൻ്റായിട്ട് തിരിച്ച് വീട്ടിൽ ചെല്ലുകയാണ്. ഹാഗാറിൻ്റെ പെങ്ങളി ആങ്ങളെ ചോദിച്ചു, എന്താടി നീ തിരിച്ചു പോരുന്നേ? അത് അവിടെ ജോലി കഷ്ടമാണ്. ഓക്കെ. അടുത്തത് ചോദിച്ചു, നിനക്കവിടെ വല്ല പ്രേമം ഉണ്ടായിരുന്നോ? നീ ആരുടെ കൂടെ പോയിട്ടാടി പിഴച്ചു കയറി വന്നിരിക്കുന്നത്? അവൾ പറയാം, അല്ലല്ലല്ല, യജമാനത്തിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. യജമാനത്തിക്ക് പ്രായമായതുകൊണ്ട് എൻ്റെ അടുക്കൽ പറഞ്ഞു, ഞാൻ യജമാനൻ്റെ അടുക്കൽ ചെന്ന് ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് തീർക്കാൻ സമ്മതിക്കുമോ ആങ്ങള? വഴിനീളം നടന്ന് പിഴച്ചിട്ട് നീ കഥയുണ്ടാക്കാൻ വന്നേക്കുന്നോ?
ആര് വിശ്വസിക്കും അവളുടെ കഥ? ഇന്ന് പകൽ ഒരു യാഥാർത്ഥ്യം ഞാൻ ദൈവമക്കളുടെ അടുക്കൽ പറയാം. ജീവിതത്തിൽ നമ്മളെ ദൈവം ചിലപ്പോൾ കടത്തിവിടുന്ന യാഥാർത്ഥ്യങ്ങൾ ഉലകത്തിൽ ഒരു മനുഷ്യനും വിശ്വസിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യങ്ങളായിരിക്കും. ഹാഗാറിന്റെ ഈ ചരിത്രം ഹാഗാർ ആരോടെങ്കിലും പറഞ്ഞാൽ ഒരു പെറ്റമ്മയെങ്കിലും വിശ്വസിക്കുവോ? ഉലകത്തിൽ ആരെങ്കിലും ഹാഗാർ പറയുന്നതിനെ വിശ്വസിക്കുവോ? ദൂതൻ അറിയാം ഇവൾ ഈ പോക്ക് പോയാൽ സാറായിയുടെ വീട്ടിൽ സാറായിയുടെ മാത്രം ഇടി കൊണ്ടാ മതി. ഇവളിവിടെ നിന്ന് മുമ്പോട്ട് പോയാൽ ഒത്തിരി അനുഭവിക്കേണ്ടി വരും. ഈ വേദനയിൽ ഇവൾ പോയി കഴിഞ്ഞാൽ ഇവളുടെ ഉദരത്തിൽ കിടക്കുന്ന സന്തതിയെ ജനിപ്പിച്ചെടുക്കാൻ കഴിയത്തില്ല. ഹാഗാർ വീട്ടിൽ ചെന്നു എന്നിരിക്കട്ടെ, ആങ്ങളയുടെ വീട്ടിൽ. ആങ്ങളെ ബഹളമൊക്കെ ഉണ്ടാക്കും, ഭയങ്കര ചാട്ടമൊക്കെ കാണിക്കും. അവസാനമായി പഴയ കാലമല്ലേ, ആര് ചോദിക്കാനേ? ഇന്നത്തെ കൂടി ശിശുക്ഷേമ സമിതിയൊന്നും ഇല്ലല്ലോ. ഒരൊറ്റ തീരുമാനത്തിലെത്തും, ഇരു ചെവി അറിയാതെ നശിപ്പിച്ചു കളയാം, കൊന്നുകളയാം. അന്ന് ഹാഗാറിനെ മുമ്പോട്ട് വിട്ടിരുന്നെങ്കിൽ ആ സന്തതി അവിടെ അവസാനിച്ചേനെ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ചിലരുടെ കഷ്ടങ്ങളിൽ നിന്നെ പിന്നെയും പിടിച്ചു നിർത്തുന്നത് നീ അവിടെ നിന്നാലേ നിന്റെ മേലുള്ള വാഗ്ദത്തം you are in a process. There is a purpose behind you. നിനക്ക് വഴി തുറക്കാഞ്ഞത് എന്നോട് ഇഷ്ടമില്ല എന്നിട്ടല്ല, നീ എത്ര ചാടിയിട്ട് നിന്നെ തിരികെ കൊണ്ടുവന്ന് അവിടെ തന്നെ, നീ എത്ര ഓടിയിട്ടും കറങ്ങി തിരിഞ്ഞ് പിന്നെ നിന്നെ അവിടെ തന്നെ കൊണ്ടുവന്ന് കെട്ടിയത്. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം. ഒരു സമയത്തേക്ക് ഹാഗാറിന്റെ അടുക്കൽ പറയാം, നീ പോയി നിന്റെ യജമാനത്തിക്ക് കീഴടങ്ങിയിരിക്കുക. ആ പറയുമ്പോ വാസ്തവത്തിൽ എന്താ അവിടെ പറയുന്നറിയോ? മക്കളെ, നീ ഇപ്പൊ ഏതായാലും അവിടോട്ട് പോയി ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ കാര്യങ്ങളൊന്ന് ശരിയാക്കട്ടെ. നാളുകളേറെ കഴിഞ്ഞു. സാറായി ഒരു ദിവസം അബ്രാമിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഇനി ഇതിവിടെ നടക്കത്തില്ലെന്ന് പറഞ്ഞു. അബ്രാം സങ്കടപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞു. ദൈവം സിമ്പിളായിട്ടൊരു കാര്യം അബ്രാമിൻ്റെ അടുക്കൽ പറഞ്ഞു, അബ്രാം, ദാസിയും മകനെയും നീ അങ്ങ് പുറത്താക്കി കളഞ്ഞേര് എന്ന് പറഞ്ഞാൽ, അബ്രാമേ, നിനക്കവരെ വഹിക്കാൻ കഴിയത്തില്ല, ഞാൻ അവരെ നോക്കിക്കൊള്ളാം. നിന്റെ വീട്ടിൽ ഇനി അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയത്തില്ല, നീ പറഞ്ഞു വിട്ടേര്, ഞാൻ നോക്കിക്കൊള്ളാം. ഹാഗാറിനെ അബ്രാം അതിവെളുപ്പം കാലത്ത് ഇറക്കി വിടുമ്പോൾ പോകുന്ന വഴിയിൽ ഹാഗാർ ഒരുപക്ഷെ ചോദിച്ചു കാണും, കർത്താവേ, നീ പറഞ്ഞിട്ടാ ഞാൻ പിന്നെ തിരിച്ച് വീട്ടിൽ കയറി വന്നേ, നീ പറഞ്ഞിട്ടാ ഞാൻ കയറി വന്നേ, അല്ലേ ഞാൻ അന്ന് ആ വഴിക്ക് പോയേനെ. പറഞ്ഞു വിടാൻ തക്കവണ്ണം നാണംകേട് അനുഭവിക്കാനാണോ പിന്നെയും ഇവിടെ കൊണ്ടുവന്നത്? ദൈവം മൗനമായിരുന്നു. പക്ഷെ ആ മൗനതയിൽ നിന്ന് ഇന്ന് നമുക്കിങ്ങനെ വായിക്കാം, ഹാഗാറേ, അന്ന് നിന്നെ ഒന്ന് ആ ബ്രാക്കറ്റ് പീരീഡിൽ നിന്നെ ഒന്ന് പ്രിസർവ് ചെയ്യുവാൻ ഏറ്റവും നല്ല സ്ഥലം അബ്രഹാമിൻ്റെ വീടായിരുന്നു. ജീസസ്. പലപ്പോഴും ദൈവം നമ്മളുടെ കംഫർട്ടിനെക്കാട്ടിലും ദൈവം നമ്മുടെ പ്രൊട്ടക്ഷനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, നമ്മളുടെ കംഫർട്ടിനെക്കാട്ടിലും ദൈവം നമ്മുടെ പ്രൊട്ടക്ഷനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയും, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴെ ചേർക്കുമ്പോൾ അല്ലേ, എനിക്ക് നിന്നെ എൻ്റെ അടുക്കൽ ചേർപ്പാൻ സമ്മതമായിരുന്നു, നിനക്കോ സമ്മതമായില്ല, മനസ്സായില്ല. ഞാൻ അവരെ അങ്ങനെ കുറ്റം പറയത്തില്ല. എൻ്റെ സഹോദരങ്ങളെ, കോഴിയുടെ ചിറകിൻ്റെ കീഴെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത് ഭയങ്കര കംഫർട്ടാ, ഭയങ്കര സുഖമാ? നോ. ചിറകടിക്കാൻ കഴിയുമോ? തല ഉയർത്താൻ കഴിയുമോ? ഓടാൻ കഴിയുമോ? നടക്കാൻ കഴിയുമല്ലോ. നമ്മളെപ്പോഴും പറയാം, അത്യുന്നതൻ്റെ മറവിൽ, സർവശക്തൻ്റെ ചിറകിൻ നിഴലിൽ പാർക്കുന്നത് എന്തൊരു ഭാഗ്യമാണെന്ന്. നോ, ദാറ്റ്സ് നോട്ട് സോ കംഫർട്ട്, ബട്ട് ഇറ്റ്സ് എ പ്ലേസ് ഓഫ് പ്രൊട്ടക്ഷൻ. ഇന്ന് പകൽ ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ,
പലയിടത്തിലും പലതിലും ദൈവം നിനക്ക് കംഫർട്ട് നൽകാതിരിക്കുന്നുവെന്ന് നീ പറയുമ്പോൾ, നിന്റെ കംഫർട്ടിനെക്കാട്ടിലും നിന്റെ പ്രൊട്ടക്ഷനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. ഇന്ന് പകൽ പറഞ്ഞാട്ടെ, എൻ്റെ സുഖത്തെക്കാട്ടിലും എൻ്റെ സുരക്ഷിതത്വത്തെ ദൈവം സ്നേഹിക്കുന്നു. ശബ്ദമുയർത്തി പറഞ്ഞേ, എൻ്റെ സുഖത്തെക്കാട്ടിലും എൻ്റെ സുരക്ഷിതത്വത്തെ ദൈവം സ്നേഹിക്കുന്നു. എൻ്റെ സുഖത്തെക്കാട്ടിലും എൻ്റെ സുരക്ഷിതത്വത്തെ ദൈവം സ്നേഹിക്കുന്നു. ഹഗാറിന് ലഭിച്ച ഒന്നാമത്തെ എൻകൗണ്ടർ. പക്ഷേ അവിടെ ഹാഗാറിൻ്റെ എൻകൗണ്ടർ തീരുകയല്ല. ഹാഗാർ ആരംഭത്തിങ്കൽ പോകുമ്പോൾ ഹാഗാർ ശൂരിനുള്ള ഒരു വഴിയിലാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അവൾക്ക് പോകാൻ എന്തോ ഉണ്ടായിരുന്നു, ഒരു വഴി ഉണ്ടായിരുന്നു. പക്ഷേ 21-ാം അധ്യായത്തിൽ പുറത്താക്കപ്പെട്ട ഹാഗാർ പോകുമ്പോൾ, 21-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. He was not proceeding in a path, but she was wandering in a wilderness. ജീവിതത്തിന്റെ ആദ്യത്തെ പ്രതികൂലത്തിൽ നടക്കാൻ ഒരു വഴിയെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ പ്രതികൂലത്തിൽ ഉഴന്ന് നടക്കുന്ന മരുഭൂമിയാണ്. ഞാൻ ദൈവജനത്തിന്റെ അടുക്കൽ ഒരു കാര്യം പറയാ, ക്രിസ്ത്യാനിറ്റിയുടെ പ്രിലിമിനറി എക്സാമുകൾ ഒത്തിരി എളുപ്പമായിരിക്കാം. പക്ഷേ നിന്റെ സ്പിരിച്വാലിറ്റിയിൽ നീ അപ്ഗ്രേഡ് ചെയ്യപ്പെടുമ്പോൾ, നിന്റെ അഭിഷേകം അപ്ഗ്രേഡ് ചെയ്യപ്പെടുമ്പോൾ, നിന്റെ ശുശ്രൂഷ അപ്ഗ്രേഡ് ചെയ്യപ്പെടുമ്പോൾ, അല്ല, നിന്റെ കോളിംഗ് എത്രയും ഉന്നതമാണോ അത്രയും നിന്റെ പ്രതികൂലവും ഉന്നതമായിരിക്കും. ബാബേലിലെ ഫർണസിന് ഒരു ടെമ്പറേച്ചർ ഉണ്ട്. പക്ഷേ ആ ഫർണസിലേക്ക് യഹൂദ ബാലന്മാർ വന്നു കഴിഞ്ഞാൽ അത് 7 times അധികം കത്തുവാൻ തുടങ്ങും. ഇന്ന് പകൽ നീ അറിയണോ, ഉലക മനുഷ്യൻ നേരിടുന്ന പ്രതിസന്ധികൾക്കകത്തൂടെ നീ കടന്നു പോകുമ്പോൾ അത് 7 മടങ്ങ് അധികം ചൂടുള്ളതായി നിനക്ക് തോന്നോ? കണ്ടോ, ആദ്യത്തെ പരീക്ഷ സൂര്യനുള്ള വഴിയിലായിരുന്നെങ്കിൽ രണ്ടാമത്തേത് മരുഭൂമിയിൽ ഉഴന്നു നടക്കുകയാണ്. ഇനി ആദ്യത്തെ വഴി അവൾ തന്നെത്താൻ ഇറങ്ങിപ്പോയതാ. തന്നെത്താൻ ഇറങ്ങിപ്പോയ വഴിയിൽ ദൂതൻ അവളെ കണ്ടത് എവിടെയാണെന്നറിയാമോ? സൂര്യനുള്ള വഴിയിൽ ഒരു നീരുറവിനരികെ സ്വന്തം ഇഷ്ടത്തിൽ ചലിച്ചവൾക്ക് ഒരു വെള്ളം കണ്ടെത്താൻ കഴിഞ്ഞു. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, സ്വന്തം ഇഷ്ടത്തിൽ ചലിച്ചവൾക്ക് ഒരു വെള്ളം കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ ദൈവേഷ്ടത്തിന്റെ രണ്ടാമത്തെ റൂട്ടിനകത്ത് അവൾ പുറപ്പെടുമ്പോൾ അവൾക്കൊരു നീരുറവോ കിണറിനെയോ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ദൈവേഷ്ടത്തിന്റെ നടുവിൽ നീ സഞ്ചരിക്കുമ്പോൾ ആമേൻ, പ്രശ്നം അതിഗുരുതരമായിരിക്കും. ബർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ്റെ തണലിലിട്ടോ. അടുത്ത ഭാഗം 16-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവളൊരു എൻകൗണ്ടറിലേക്ക് വരികയാണ്. അവളൊരു അമ്പിൻപാട് ദൂരത്തിൽ അവൾ ഇരിക്കുകയാണ്. എന്തിനെയാണ് അവൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒരു മരണം അവളുടെ മുൻപാകെ എൻകൗണ്ടർ ഓപ്പൺ ആക്കുകയാണ്. ഹാഗാർ നോക്കുമ്പോൾ ഇതാ തൻ്റെ കുഞ്ഞരോ ഒരു അമ്പിൻപാട് ദൂരം അപ്പുറത്ത് കിടക്കുകയാണ്. ഒരു മരണദൂതൻ ഇപ്പോൾ അവിടെ കടന്നു വരും. ഒരു മരണദൂതൻ കടന്നു വന്നിട്ട് അവൻ്റെ പ്രാണനെ അവനിൽ നിന്ന് എടുത്തുകൊണ്ടുപോകും. ആ പ്രാണനെ എടുത്തുകൊണ്ടു പോകുമ്പോൾ ഈ കൊച്ചവിടെ കിടന്ന് പെടയ്ക്കുക. ഇവൾ ആ എതിരെ നിന്നിട്ട് പറയുകയാണ്: എനിക്കിപ്പോൾ അവിടെ ഇറങ്ങി വരുന്ന മരണദൂതനെ കാണണ്ട, എനിക്കിപ്പോൾ അവിടെ ഇറങ്ങി വരുന്നതായ ആ മരണത്തെ എനിക്ക് കാണണ്ട. ഇന്ന് പകൽക്കാല ഞാൻ അതിനകത്തുനിന്ന് ഒരു കാര്യം പറയട്ടെ, നിന്റെ പ്രശ്നങ്ങളെ വിട്ട് നീ ഒളിച്ചോടരുത്. നിന്റെ പ്രശ്നങ്ങളെ വിട്ട് നീ ഒളിച്ചോടരുത്. ആമേൻ. ബാലനെ കൊണ്ടുപോയി ഒരു കുറുങ്കാട്ടിൻ്റെ തണലിലിട്ടു. എന്നിട്ട് ഹാഗാർ ഇവിടെ വന്നിരിക്കുകയാണ്. നേരെ ഇസ്മായേലിനെ ഫേസ് ചെയ്ത് എന്നിട്ട് പറയുകയാണ്: ഈ കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണണ്ട, ഈ കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണണ്ട. അവൾക്ക് വേണേ കുഞ്ഞിനെ ഇട്ടിട്ട് പുറം തിരിഞ്ഞോടാ. ഇല്ല, കുഞ്ഞിനെ ഇട്ടിട്ട് അവൾ നേരെ ആ കുഞ്ഞിനെ തന്നെ ഫോക്കസ് ചെയ്ത് നിന്നിട്ട് പറയുകയാണ്: എൻ്റെ കണ്ണ് അവൻ്റെ മേൽ വീണ് കിടക്കുന്നിടത്തോളം ഒരു മരണദൂതൻ ഇവിടെ ഇറങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല. കണ്ടോ, അവൾ അവൾ പോയി
അതിനെതിരെ ഒരമ്പിൻപാട് ദൂരത്തിരുന്നോ എന്ന് പറഞ്ഞാൽ അവൾ ഒരു അമ്പിൻപാട് ദൂരത്ത് നിന്ന് എന്ത് ചെയ്യുകയാണ്? ആ കുഞ്ഞിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് പറയുക, അവൻ മരിക്കുന്നത് ഞാൻ കാണത്തില്ല, അവൻ മരിക്കുന്നത് ഞാൻ കാണത്തില്ല, അവൻ മരിക്കുന്നത് ഞാൻ കാണത്തില്ല, അവൻ മരിക്കുന്നത് ഞാൻ കാണത്തില്ല, അവൻ മരിക്കുന്നത് ഞാൻ കാണത്തില്ല. ഞാൻ കരുതുകയാണ് ഒരു അമ്പിൻപാട് ദൂരത്ത് പോയിരുന്നത് ഒരു പക്ഷേ അവൾക്ക് മരണദൂതനെ അത്രയ്ക്ക് ഭയം കാണാം. കാരണം മരണദൂതൻ ഒരു സ്പോട്ടിൽ ഇറങ്ങിയാൽ അതിൻ്റെ ചുറ്റുവട്ടത്തിരിക്കുന്നവരെയും കൂടെ ചിലപ്പോൾ കൊന്നുകളഞ്ഞാലോ. ആകയാൽ അവൾ ആ കുഞ്ഞിനെ ഇട്ടിട്ട് ഒരു അമ്പിൻപാട് ദൂരം മാറി നിന്നിട്ട് അവൾ ഇവിടെ ഇരുന്ന് കൺഫസ് ചെയ്യുകയാണ്, അവൻ മരിക്കുന്നത് ഞാൻ കാണത്തില്ല, അവൻ മരിക്കുന്നത് ഞാൻ കാണത്തില്ല, അവൻ മരിക്കുന്നത് ഞാൻ കാണത്തില്ല. അങ്ങനെയെങ്കിൽ അവൾ എന്താണ് അതിനകത്ത് തിരിച്ചു പറയുന്നത്? അവൻ എഴുന്നേൽക്കുന്നത് ഞാൻ കാണും, അവൻ എഴുന്നേൽക്കുന്നത് ഞാൻ കാണാം, അവൻ എഴുന്നേൽക്കുന്നത് ഞാൻ കാണാം. പ്രതികൂലങ്ങളുടെ മുമ്പിൽ നീ ഓടിപ്പോകരുത്. പ്രതികൂലത്തിന്റെ മുമ്പിൽ നിന്ന് നീ പറ, ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് ഞാൻ കാണാം, ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് ഞാൻ കാണാം. അവൻ കൈവിട്ട് കളയരുത്, ഉപേക്ഷിച്ച് കളയരുത്. അവൾ ഒരമ്പിൻപാട് ദൂരത്ത് പോയി എതിരെ ഇരുന്നോ, എതിരെ ഇരുന്നോ, എതിരെ ഇരുന്നോ, എതിരെ ഇരുന്നോ. അഗെയിൻസ്റ്റ് ഹിം, ഇസ്മായേലിന്റെ എതിരെ ഇരുന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ അവനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു, ഇവിടെ ഒരു മരണദൂതൻ ഇറങ്ങുന്നത് എനിക്ക് കാണണ്ട. അവൾ പറഞ്ഞു, മരണദൂതൻ ഇറങ്ങുന്നത് എനിക്ക് കാണണ്ട, മരണദൂതൻ ഇറങ്ങുന്നത് എനിക്ക് കാണണ്ട. ആമേൻ. പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു വിളി വന്നു. അതിൻ്റെ അടുത്ത ഭാഗം പറയുമ്പോൾ ദൈവം ബാലൻ്റെ നിലവിളി കേട്ടോ. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ചു. അവളോട് കണ്ടോ, ആ പ്രശ്നത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം വന്നിട്ട്, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം വന്നിട്ട് ഹാഗാറിൻ്റെ അടുക്കൽ പറയുകയാണ്, ഹാഗാർ, നീ പ്രശ്നത്തെയാണ് ഇത്രയും നേരം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി നീ എങ്കിലേക്ക് ഫോക്കസ് ചെയ്താട്ടെ. ഞാൻ നിന്നോടൊരു കാര്യം പറയാ. ബാലന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. ഞാൻ അതിനകത്തൊരു കാര്യം ചോദിക്കട്ടെ. ഹാഗാർ പറയുന്ന ആ കൊച്ചു മരിക്കരുതെന്ന. അപ്പോൾ ഇവൻ വെള്ളമില്ലാതെ എന്തോ ആയി? ഇവൻ കോമയില, ഇവൻ ഡീഹൈഡ്രേറ്റ് ആയി, അവൻ ഡെഡ് സ്റ്റേറ്റിൽ കിടക്കുക. പക്ഷേ ദൈവം പറയാ, നീ പറഞ്ഞില്ലേ അവൻ ചാവാൻ പോവാണെന്ന്. പക്ഷേ ഞാൻ അവൻ്റെ ഞരക്കം കേട്ടു, അല്ല, ഞാൻ അവൻ്റെ നിലവിളി കേട്ടു. ഇന്ന് പകൽ ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിന് വേണ്ടി നമ്മൾ കരയുന്നത് മാത്രമല്ല ദൈവം കേൾക്കുന്നത്. ഈവൻ ദ പ്രോബ്ലം ഗ്രോൺസ് ഫ്രം ദെയർ. ഒരു ഭക്തന്റെ പ്രശ്നം പോലും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, ഒരു ഭക്തന്റെ വിഷയം പോലും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, ഒരു ഭക്തന്റെ സംഗതി പോലും അവിടെ നിന്ന് പ്രാർത്ഥിക്കും. ബാലന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. ആമേൻ. ഇനിയും കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. നിന്റെ മടിയിലിരുന്ന് അവൻ കരഞ്ഞ പ്രാർത്ഥന, നിലവിളി, കരഞ്ഞ കരച്ചിൽ കേട്ട് ഞാൻ ഇറങ്ങി വന്നെന്നാണോ പറഞ്ഞേ? അല്ല, ഇപ്പോ അവൻ ഇരിക്കുന്ന ഇടത്ത് നിന്ന് അവന്റെ കരച്ചിൽ ഞാൻ കേട്ടിരുന്നു. ആകാർ കൺഫ്യൂസായി. ഞാൻ കേട്ടില്ലല്ലോ, ഞാൻ കേട്ടില്ലല്ലോ. പെറ്റമ്മയ്ക്ക് കേൾക്കാൻ കഴിയാത്തത് ചിലത്, പെറ്റമ്മയ്ക്ക് കേൾക്കാൻ കഴിയാത്തത് ചിലത് സ്വർഗം കേൾക്കുകയാണ്. ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ദൂതൻ പറയാ, ഹാഗാറേ, നിന്റെ കൺഫെഷൻ കേട്ടിട്ടല്ല ഞാൻ വന്നേ, നിന്റെ ഡിക്ലറേഷൻ കേട്ടിട്ടുമല്ല ഞാൻ വന്നേ, നീ അവിടെ ഇരുന്ന് പോരാടുന്നത് കേട്ടിട്ടൊന്നുമല്ല ഞാൻ വന്നത്. തീർന്നുവെന്ന് നീ പറഞ്ഞ വിഷയത്തിനകത്ത് നിനക്ക് കേൾക്കാൻ കഴിയാത്ത ഒരു വോയിസ്, നിനക്ക് കേൾക്കാൻ കഴിയാത്ത ഒരു നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? ഓ, നിനക്ക് നിന്റെ പെറ്റമ്മയ്ക്ക് പോലും കേൾക്കാൻ കഴിയാത്തത് ദൈവം കേൾക്കുകയാണ്. ആമേൻ. ഇസ്മായേലിനെ ദൈവം എഴുന്നേൽപ്പിച്ചത് ഹാഗാറിന്റെ നിലവിളി കേട്ടിട്ട് അല്ല, പകരം ആരുടെ നിലവിളി കേട്ടിട്ടാ? ബാലന്റെ നിലവിളി. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുക, അപ്പൊ ഹാഗാർ ഇവിടെ ഇരുന്ന് ഇത്രയും കൺഫസ് ചെയ്തതിന് എന്താ റിസൾട്ട്? ഹാഗാർ ഇവിടെ ഇരുന്ന് പറയാം, എനിക്ക് മരണം കാണണ്ട, മരണം കാണണ്ട, മരണം കാണണ്ട, മരണം കാണണ്ട, മരണം കാണണ്ട. ഇത് തന്നെയാണ് അവള് കൺഫസ് ചെയ്യുന്നത്. ദൂതൻ അവളോട് പറഞ്ഞു, നീ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? നിനക്ക് മരണം കാണണ്ട എന്നല്ലേ? അങ്ങനെയെങ്കിൽ
നിനക്കിഷ്ടമുള്ള ഒരു സാധനം ഞാൻ കാണിക്കാം. 19-ാം വാക്യം. ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവൾ ഒരു നീരുറവ് കണ്ടു. അവൾ ചെന്ന് വെള്ളം തുരുത്തിയിൽ നിറച്ചു. നീ എന്ത് കാണണ്ട എന്ന് പറയുന്നോ അതിൻ്റെ ഓപ്പോസിറ്റിനെ ദൈവം കാണിക്കും. എനിക്ക് മരണം കാണണ്ട അവൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് അവളെ ഒരു ജീവന്റെ ഉറവ് കാണിച്ചു. ഇന്ന് പകൽക്കാലം നീ ദാരിദ്ര്യം കാണണ്ട എന്ന് പറഞ്ഞാൽ നിന്നെ ഒരു സമൃദ്ധി കാണിക്കുന്ന ദൈവം. നിനക്ക് രോഗം കാണണ്ട എന്ന് പറഞ്ഞാൽ നിന്നെ സൗഖ്യം കാണിക്കുന്ന ഒരു ദൈവം. നിനക്ക് ശാപം കാണണ്ട എന്ന് പറഞ്ഞാൽ നിന്നെ അനുഗ്രഹം കാണിക്കുന്ന ഒരു ദൈവം. നിനക്ക് തകർച്ച കാണണ്ട എന്ന് പറഞ്ഞാൽ നിന്നെ ഒരു നിർമ്മിതി കാണിക്കുന്ന ദൈവം. നീ എന്തിനെ ഭയപ്പെടുന്നോ അതിന്റെ ഓപ്പോസിറ്റ്, അതിന് നേർ വിപരീതമായതൊന്ന് നിന്നെ കാണിക്കുവാൻ ദൈവം ശക്തനാണ്. Jesus, Jesus, Holy Spirit, Ramahaltania, Barahatana, Hartanadia, Adana Haragadaga, Janadhanam, Bravarthania. ഇന്ന് പകൽക്കാല എവിടേക്ക് പോകുന്നുവെന്നറിയാതെ അനിശ്ചിതത്തിന്റെ നാളുകളിൽ സഞ്ചരിക്കുന്ന നിനക്ക് വേണ്ടി അവൻ ഇറങ്ങി വരികയാ. അവൻ ഇറങ്ങി വരുമ്പോൾ ഒരു കാര്യം പറയുകയാ, സ്വർഗത്തിൽ നിന്ന് ദൂതൻ, ഞാൻ വന്നതേ ആമേ പെറ്റമ്മയ്ക്ക് പോലും കേൾക്കാൻ കഴിയാത്ത, മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയാത്ത ചില സങ്കടങ്ങൾ നടുവിലാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഉലകത്തിൽ ആർക്കും ഗ്രഹിപ്പാൻ കഴിയാത്ത, ഉലകത്തിൽ ആർക്കും കേൾപ്പാൻ കഴിയാത്തത്. ഹാഗാറിന്റെ, ഞാനതിനെ ഒത്തിരി കൺസൈസ് ചെയ്ത് ഇങ്ങനെ പറയാം. ഹാഗാറിന്റെ ഒന്നാമത്തെ എൻകൗണ്ടറിൽ ഉലകത്തിൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വേദനയുടെ നടുവിലാണ് ദൂതൻ ഇറങ്ങി വന്നത്. എന്നാൽ ഹാഗാറിന്റെ രണ്ടാമത്തെ എൻകൗണ്ടറിൽ ഉലകത്തിൽ ആർക്കും കേൾക്കാൻ കഴിയാത്ത കരച്ചിലിൻ്റെ ശബ്ദത്തിലാണ് ദൈവം കയറി വന്നത്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ പൈതലേ, ദൈവം നിനക്ക് വേണ്ടി നിന്റെ മോസ്റ്റ് മിസ്റ്റീരിയസ് ആയിട്ടുള്ള, ഏറ്റവും രഹസ്യകരമായ, ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള, ഏറ്റവും രഹസ്യമായ വിഷയങ്ങൾക്കകത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഒരത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം ജീസസ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും എൻകൗണ്ടറിൽ ദൈവം ഒരു വഴി തുറന്നു തരുമെന്ന്. പക്ഷെ ഞാൻ ഇന്ന് ഹാഗാറുമായി ബന്ധപ്പെട്ടൊരു കാര്യം നിങ്ങളോട് പറയാം. ഹാഗാർ ബേർഷെബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. അവിടെ ഒരു ദൂതൻ്റെ എൻകൗണ്ടർ ഉണ്ടായി. അടുത്ത ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്, അവൻ അവിടെ തന്നെ വളർന്ന് വില്ലാളിയായി തീർന്നു. നിനക്കെവിടെ എൻകൗണ്ടർ ഉണ്ടോ അവിടെ ദൈവം നിന്നെ തഴപ്പിക്കും. എവിടെ നിനക്ക് എൻകൗണ്ടർ ഉണ്ടോ അവിടെ ദൈവം നിന്നെ ഉറപ്പിക്കും. എവിടെ നിനക്ക് എൻകൗണ്ടർ ഉണ്ടോ അവിടെ ദൈവം നിന്നെ മാനിക്കും. എവിടെ എൻകൗണ്ടർ ഉണ്ടോ അവിടെ ദൈവം നിന്റെ തല ഉയർത്തും. ഇന്ന് പകൽ ഒരു നിമിഷം നിനക്ക് എൻകൗണ്ടർ ഉണ്ടായ ടെറിട്ടറിക്കകത്ത്, നിനക്ക് എൻകൗണ്ടർ ഉണ്ടായ അതേ ഇടത്ത് നിന്റെ ദൈവം നിന്നെ മാനിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഒരു നിമിഷം കരമടിച്ച് 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 ജീസസ് ജീസസ്. ഒത്തിരി സ്ലോ ആയിട്ടാണ് പോകുന്നത്, ഒത്തിരി സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഞാൻ പക്ഷേ അതുകൊണ്ട് അടുത്ത ഒരു എൻകൗണ്ടറിൻ്റെ ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ഹാഗാറിൻ്റെ എൻകൗണ്ടറിനപ്പുറം മറ്റൊരു എൻകൗണ്ടറിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം, ദാവീദിന്റെ മകനായ ശലോമോൻ രാജാവായതിനു ശേഷം, സ്തോത്രം, അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, രാജാവ് ഗിബയോനിൽ യാഗം കഴിപ്പാൻ പോയി. രാജാവ് ഗിബയോനിൽ യാഗം കഴിപ്പാൻ പോയി. പക്ഷെ രാജാവ് ഗിബയോനിൽ യാഗം കഴിപ്പാൻ പോകുന്നത് ശരിയല്ല. ഞാൻ അവിടെ നിന്നൊരു ഭാഗത്തിലേക്ക് കടന്നു വരാം, നിങ്ങൾ എന്നോടുകൂടെ സഞ്ചരിക്കണം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, രാജാവ് യാഗം കഴിപ്പാൻ ഗിബയോനിലേക്ക് പോയി. സ്തോത്രം. എന്താണ് ഗിബയോനിൽ? എന്തുണ്ട് ഗിബയോനിൽ? ദൈവാലയമുണ്ടോ? ഗിബയോനിൽ നിയമപ്പെട്ടകമുണ്ടോ? ഗിബയോനിൽ അതൊന്നുമില്ല. പകരം ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഇസ്രായേൽ ദൈവാരാധനയിൽ നിന്ന് അകന്നുപോയി. ആകയാൽ ഇസ്രായേൽ എന്ത് ചെയ്തുവെന്ന് പറഞ്ഞാൽ, അത് 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ജനം പൂജാഗിരികളിൽ വെച്ച് യാഗം കഴിച്ചു പോന്നു. പൂജാഗിരികളിൽ വെച്ച് യാഗം കഴിച്ചു പോന്നു.
ഇത് ഭയങ്കരമായി ദൈവസന്നിധിയിൽ തെറ്റായിട്ടുള്ള ഒരു വിഷയമാണ്. ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആവർത്തന പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇസ്രായേൽ നിങ്ങൾ ചെല്ലുന്ന ദേശത്തിൽ അവർ ഉയർന്ന പർവ്വതത്തിലും പച്ചമരത്തിൻ കീഴിലുമൊക്കെ പൂജാഗിരികൾ പണിത്, യാഗപീഠങ്ങൾ പണിത് യാഗമർപ്പിക്കും. പക്ഷെ നിങ്ങൾ അവരെ പോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ ആ വിധത്തിൽ സേവിക്കേണ്ടതല്ല. അപ്പോൾ ഗിബയോൻ എന്ന പർവ്വതത്തിൽ കടന്നു ചെന്ന് ജാതികൾ ബലിപീഠങ്ങൾ ഉണ്ടാക്കി ആരാധിക്കുന്നത് പോലെ നീ ഒരിക്കലും എന്നെ ആരാധിക്കേണ്ടതല്ല. നീ ട്രഡീഷണൽ ഓർത്തഡോക്സ് സിസ്റ്റത്തിനകത്ത് കാളമണി അടിച്ച്, ധൂപക്കുറ്റി വീശി, കുന്തിരിക്കം പുകച്ച്, കൽവിളക്ക് വെച്ച്, പെരുന്നാളും കൊടിമരവും നടത്തി, വെടിക്കെട്ട് റാസയും നടത്തി നീ എന്നെ സേവിക്കേണ്ടതല്ല. അത് ജാതികളുടെ വഴിയാണ്. പക്ഷേ ഈ ശലോമോൻ അതേ അറിയത്തുള്ളൂ. ശലോമോൻ എന്ത് ചെയ്യുകയാണ്? ശലോമോൻ ജനിച്ചു വളർന്നത് റാസയുടെയും വെടിക്കെട്ടിൻ്റെയും കൊടിമരത്തിൻ്റെയും പൂക്കുറ്റിയുടെയൊക്കെ ഇടയിലാണ് ഈ മനുഷ്യൻ ജനിച്ചു വളർന്നത്. ആകയാൽ ഇദ്ദേഹത്തിന് പക്ഷേ എന്തുണ്ടായിരുന്നെന്നറിയാമോ? ദൈവത്തോടൊരു സ്നേഹമുണ്ടായിരുന്നു. ആകയാൽ ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാമോ? ഗിബയോനിൽ പോയി ദൈവത്തിന് 1000 ഹോമയാഗം കഴിച്ചു. ആമേൻ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, പെന്തക്കോസ്ത് ദൈവാലയത്തിൽ മാത്രമല്ല ദൈവത്തിൻ്റെ സന്ദർശനം ഉണ്ടാകുന്നത്. ഒരു മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അവൻ എവിടെ പോയിരുന്ന് ആരാധിച്ചാൽ യഹോവ ഭക്തനെ തനിക്ക് വേണ്ടി വേർതിരിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യവും കൂടെ പറയാം. യഥാർത്ഥമായ എൻകൗണ്ടർ ഒരുത്തൻ ഉണ്ടായാൽ അവൻ ഏത് ഇരുട്ടിൻ്റെ കോട്ടയ്ക്കകത്തിരുന്നാൽ എൻ്റെ ദൈവം അവിടെ പോയി സന്ദർശിച്ച് അവിടെ നിന്ന് കൊണ്ടുവരും. ഗിബയോനിലെ പൂജാഗിരിയിൽ ചെന്ന് ദൈവം ശലോമോന് പ്രത്യക്ഷനായി. ഇന്ന് പകൽ പറയട്ടെ, കുന്തിരിക്കവും പുകയും കൽവിളക്ക്, കാളമണിയും മണിയടിയുമുള്ള ഇടത്തു നിന്ന് ദൈവത്തിന് ചിലർക്ക് പ്രത്യക്ഷത നൽകി, എൻകൗണ്ടർ നൽകി. ചില ഓർത്തഡോക്സ് സിസ്റ്റങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ കൃപയുടെ പുതുക്കത്തിലേക്ക് ദൈവത്തിന് ജനത്തെ കൊണ്ടുവരാൻ കഴിയും. ഗിബയോനിൽ യാഗം കഴിപ്പാൻ പോയി. അത് പ്രധാന പൂജാഗിരിയായിരുന്നു, ഹൈ പ്ലേസ്. പച്ചമരത്തിലും ഉയർന്ന മരത്തിലും ഉയർന്ന പർവ്വതത്തിലും അവിടെ ചെയ്യും. ആ മനുഷ്യൻ അവിടെ കടന്നു ചെന്നിട്ട് താൻ എന്ത് ചെയ്തെന്നറിയാമോ? 1000 ഹോമയാഗം അർപ്പിച്ചു. 1000 ഹോമയാഗം അർപ്പിച്ചു. 1000 ഹോമയാഗം ശലോമോൻ കഴിക്കുകയാണ്. ശലോമോൻ പറഞ്ഞു കാണും, തൻ്റെ മന്ത്രിമാരുടെ അടുക്കലും തൻ്റെ അസോസിയേറ്റ്സിൻ്റെ അടുക്കൽ പറഞ്ഞു കാണും, നല്ല 1000 മൃഗങ്ങളെ കൊണ്ടുപോകണം, ഗിബയോനിൽ 1000 ബലിപീഠങ്ങൾ ഉണ്ടാകണം, ഗിബയോനിൽ 1000 യാഗങ്ങൾക്കുള്ള വിറകുകൾ ഉണ്ടാകണം, ഗിബയോനിൽ എല്ലാം 1000 കണക്ക് പറഞ്ഞുകൊണ്ട് ശലോമോൻ എന്ത് ചെയ്യുകയാണ്? 1000 കണക്ക് പറഞ്ഞൊരാരാധന കഴിക്കുകയാണ്. 1000 ഹോമയാഗം കഴിച്ചു. ഗിബയോനിൽ ശലോമോൻ എണ്ണി ആരാധന കഴിച്ചു. എന്നാൽ അതിൻ്റെ അടുത്ത വാക്യം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഗിബയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം പറഞ്ഞു. ഞാനതിലേക്ക് പ്രത്യക്ഷതയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. 1000 ഹോമയാഗം ദൈവത്തിന് കഴിച്ചപ്പോൾ ദൈവം ഒരു ബ്ലാങ്ക് ചെക്ക് എഴുതി ശലോമോൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിനക്ക് വേണ്ടുന്നത് ഇതിനകത്ത് എഴുതിക്കൊള്ളാൻ. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം പറയാം. ജനറസായി ദൈവത്തെ ആരാധിക്കുന്നവൻ, ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കുന്നവന് ദൈവം കൊടുക്കുന്നത് ബ്ലാങ്ക് ചെക്കായിരിക്കും. ആമേൻ. ശലോമോൻ, ഇതാ നീ എനിക്ക് 1000 ഹോമയാഗം കഴിച്ചു, യു ഓണേർഡ് മീ. ഇതാ ഞാൻ നിന്റെ മുമ്പാകെ ഒരു ബ്ലാങ്ക് ചെക്ക് തരുന്നു, നീ എഴുതിക്കോ. ഇന്ന് പകൽ ആരാധിക്കാൻ മടിയില്ലാത്തവനെ അനുഗ്രഹിപ്പാൻ ദൈവത്തിനൊരു പഞ്ഞവുമില്ല. അധരം തുറന്ന് ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയട്ടെ, ആരാധിക്കാൻ മടിയില്ലാത്തവനെ അനുഗ്രഹിപ്പാൻ ദൈവത്തിനൊരു പഞ്ഞവുമില്ല. സ്തോത്രം. ഗിബയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. എന്താണ് കാരണമെന്നറിയാമോ? ആമേൻ.
ഗിബയോനിൽ പോയി ആരാധിച്ചിട്ടല്ല, പള്ളിയല്ല തനിക്ക് പ്രത്യക്ഷത ഉണ്ടാക്കി തന്നത്, പൂജാഗിരി അല്ല തനിക്ക് പ്രത്യക്ഷത ഉണ്ടാക്കി തന്നത്, ട്രഡീഷൻ അല്ല തനിക്ക് പ്രത്യക്ഷത ഉണ്ടാക്കി തന്നത്, ഞങ്ങളുടെ സഭയ്ക്ക് എത്ര വർഷത്തെ പാരമ്പര്യമുണ്ടെന്നുള്ളതല്ല, ഞങ്ങൾ ഏത് പാരമ്പര്യക്കാരാണെന്നുള്ളതല്ല. അവന് പ്രത്യക്ഷത ഉണ്ടാക്കി കൊടുത്തത് ഒരൊറ്റ കാര്യമാണ്. അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ശലോമോൻ യഹോവയെ സ്നേഹിച്ചു, തൻ്റെ അപ്പനായ ദാവീദിൻ്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നു. ദൈവത്തെ സ്നേഹിക്കാൻ ഒരുത്തൻ ഒരുക്കമാണെങ്കിൽ, അപ്പൻ പറഞ്ഞു കൊടുത്ത ചട്ടങ്ങളെ അനുസരിപ്പാൻ ഒരുക്കമാണെങ്കിൽ, കണ്ടോ, ദൈവത്തെ സ്നേഹിപ്പാനോ അനുസരിപ്പാനോ, ദൈവസ്നേഹവും അനുസരണവും ഒരുത്തനിൽ ഒന്നിച്ച് നിന്നാൽ, ദൈവസ്നേഹമില്ലാതെ കാട്ടാളത്തരവും മർക്കടത്തരവും കാണിച്ച് അനുസരണമില്ലാതെ മല്ലുപിടുത്തോ റിബല്യ സ്പിരിറ്റിൽ നിൽക്കുന്നവനല്ല ദൈവം പ്രത്യക്ഷനാകുന്നത്. പകരം ദൈവം പ്രത്യക്ഷനാകുന്നത് കാട്ടാളന്മാർക്കല്ല, ദൈവസ്നേഹത്തിനകത്തും ജീവിക്കുന്നവർക്ക്. ദൈവം പ്രത്യക്ഷനാകുന്നത് എതിർത്തു നിൽക്കുകയും മല്ലുകെട്ടുകയും ചെയ്യുന്നവർക്കല്ല. ദൈവം പ്രത്യക്ഷനാകുന്നത് അനുസരിക്കുന്നവർക്കാണ്. വിശ്വസിക്കുന്നവർ, അംഗീകരിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ശലോമോന്റെ പ്രത്യക്ഷത, ഞാൻ അതിൻ്റെ അടുത്ത ഭാഗം കൂടെ പറഞ്ഞ് വേഗത്തിൽ പൂർത്തീകരിക്കട്ടെ. ശലോമോൻ അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായി, നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. രണ്ടാമത് ശലോമോന് ദൈവം പ്രത്യക്ഷനാകുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അനന്തരം ശലോമോൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ ഇസ്രായേലിൻ്റെ സർവ്വസഭയുടെയും സമക്ഷത്ത് നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് കൈമലർത്തി പറഞ്ഞു. ശലോമോൻ ഇപ്പോൾ യെരൂശലേമിൻ്റെ ദൈവാലയം പണിതിട്ട് യഹോവയുടെ യാഗപീഠത്തിന് മുൻപാകെ, ഞാൻ പണ്ട് ഗിബയോനിൽ ഇരുന്നപ്പോഴാണ് ദൈവം പ്രത്യക്ഷനായത്, അതുകൊണ്ട് ഗിബയോനിൽ തന്നെ അങ്ങ് ഇരുന്നാ മതി. ഞാൻ പണ്ട് അവിടെ ധ്യാനം കൂടാൻ പോയപ്പോഴാണ് ദൈവം എനിക്ക് പ്രത്യക്ഷനായത്, അതുകൊണ്ട് എനിക്ക് അവിടെ തന്നെ അങ്ങ് ഇരുന്നാ മതി. നോ, ഗിബയോനിൽ ദൈവം പ്രത്യക്ഷനായി, നീ പിന്നെയും ഗിബയോനിൽ ഇരിക്കാനല്ല, നീ യഹോവയുടെ ആലയം പണിയ. ഇപ്പോൾ ശലോമോൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ, അടുത്തത് ഇസ്രായേലിൻ്റെ സർവ്വസഭയുടെയും സമക്ഷത്ത് നിന്നുകൊണ്ട് ആകാശത്തിങ്കിലേക്ക് കൈമലർത്തി പറഞ്ഞതെന്തെന്നാൽ, ഞാൻ പറയട്ടെ, നമ്മൾ പലപ്പോഴും പറയും എൻ്റെ പ്രാർത്ഥനയെല്ലാം രഹസ്യത്തിലാണ്, രാത്രി മൊത്തവും ഞാനിരുന്നങ്ങ് പ്രാർത്ഥനയാണ്, സഭാരാധനയ്ക്ക് വന്ന കണ്ണടയ്ക്കും, രാത്രി മൊത്തവും ഇരുന്ന് എപ്പോഴും അങ്ങ് പ്രാർത്ഥനയാണ്. പക്ഷെ ആരാധനയ്ക്ക് വന്നിരുന്നാൽ ഇതുപോലെ ഒരു പാഴുതടി പോലെ നിൽക്കുന്ന ഒരു സാധനം. നോ, ശലോമോന് ദൈവപ്രത്യക്ഷത ഉണ്ടാകുന്നത് എവിടെയാണെന്നറിയാമോ? ഇസ്രായേലിൻ്റെ സമക്ഷത്ത് നിന്ന് താൻ ദൈവത്തിങ്കലേക്ക് കൈമലർത്തി, സമക്ഷത്ത് നിന്ന് ദൈവത്തോട് ആകാശത്തിലേക്ക് കൈമലർത്തി പ്രാർത്ഥിച്ചു. ഇതിവിടെ സർവ്വസഭയുടെയും സമക്ഷത്ത് നിന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ 54-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 54-ാം വാക്യം, ശലോമോൻ യഹോവയോട് ഈ പ്രാർത്ഥനയും യാചനയും എല്ലാം കഴിച്ചു തീർന്ന ശേഷം അവൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ മുഴങ്കാൽ കുത്തിയിരുന്നതും കൈ ആകാശത്തിലേക്ക് മലർത്തിയിരുന്നതും വിട്ട് എഴുന്നേറ്റു. അപ്പൊ താൻ ഇസ്രായേലിൻ്റെ രാജാവാ, സർവ്വജനവും നിൽക്കുകയാണ്, സർവ്വ ആഡംബരത്തോട് സിംഹാസനത്തിലിരിക്കേണ്ട മനുഷ്യൻ ഇപ്പൊ സർവ്വജനത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുകയാണെന്നറിയാവോ? മുട്ടുകുത്തി അനുഗ്രഹിക്കണം, ആരാധിക്കാൻ ശബ്ദമുയർത്തണം, അനുഗ്രഹിക്കാൻ ശബ്ദമുയർത്തണം. കോപം വരുമ്പോൾ മിണ്ടാത്തൊരിടത്തങ്ങ് ഒതുങ്ങണം. നീ നന്നാവണമെങ്കിൽ നിന്റെ പിള്ളേരും നന്നാവണം. 8-ാം അധ്യായം അങ്ങനെ അവസാനിക്കുക. 9-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യഹോവ ഗിബയോനിൽ വെച്ച് ശലോമോന് പ്രത്യക്ഷനായതുപോലെ, യഹോവ ഗിബയോനിൽ വെച്ച് ശലോമോന് പ്രത്യക്ഷനായതുപോലെ, ആമേൻ, രണ്ടാം പ്രാവശ്യവും 9-ാം അധ്യായം 2-ാം വാക്യം, 2-ാം പ്രാവശ്യവും അവന് പ്രത്യക്ഷനായി. എന്നിട്ട് എന്തോ പറഞ്ഞെന്നറിയാമോ? ചെക്ക് കൊടുത്തില്ല. ഗിബയോനിൽ വെച്ച് ദൈവം എന്ത് ചെയ്തു? ബ്ലാങ്ക് ചെക്ക് കൊടുത്തു. നിനക്കെന്തോ വേണേലും ചോദിച്ചു,
ചോദ്യം തെറ്റിപ്പോയാ പോയി. അതൊറ്റ പ്രാവശ്യമേ ഉള്ളൂ. പക്ഷേ 9-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം പ്രത്യക്ഷനായിട്ട് ദൈവം പറയാം, മോനെ, ഞാൻ നിനക്ക് ചെക്കൊന്നും തരുന്നില്ല, പകരം ഒരു കാര്യം ചെയ്യാം. 3-ാം വാക്യത്തിൽ നീ എന്തോ പറഞ്ഞാലും അത് മൊത്തം ചെയ്തു തരാൻ തക്കവണ്ണം ഞാൻ 24 മണിക്കൂറും ഇവിടെ തന്നെ ഇരുന്നോളാം. പ്രത്യക്ഷതയിൽ ചെക്ക് കിട്ടിയ ഒത്തിരി പേരുണ്ട്. പ്രത്യക്ഷതയിൽ ലോട്ടറി അടിച്ച ഒത്തിരി പേരുണ്ട്. പക്ഷേ വേറെ ചിലരുണ്ട്, ലോട്ടറി ഒന്നും അടിച്ചില്ല, പക്ഷേ ഒരു സാന്നിധ്യം അങ്ങോട്ട് കൊടുത്തു. ഒരു സാന്നിധ്യം അതങ്ങോട്ട് കൊടുത്തു. ആ സാന്നിധ്യം കൊടുക്കുമ്പോൾ പറഞ്ഞു, ഞാൻ നിന്നെ അങ്ങ് വിശുദ്ധീകരിച്ചു. ഇന്ന് പകൽ ബ്ലാങ്ക് ചെക്ക് നിനക്ക് കിട്ടിക്കാണത്തില്ല, പക്ഷെ ദൈവത്തിൻ്റെ ഒരു സാങ്ക്ടിറ്റി നിന്റെ മേൽ വീണിട്ട് കർത്താവ് പറയാ, എൻ്റെ കണ്ണും ഹൃദയവും ഞാൻ ഇവിടെ വെച്ചേക്കാം. ഹോലി സ്പിരിറ്റ് റബലക ധർമ്മഹസ്യ പ്രവാർത്ഥേനിയ അതുരമന ഹദഗജന രാഗജന ഗജരം പ്രവർത്താനിമന അദനഗട ഗജനാജനം പ്രവർത്താനിയം പരശ പ്രവാർത്ഥേനി ഇതരഗരഗട ഗജഗരഗജന ഇതിരിഗിരിഗ ഡബാർത്ഥേനിയ പ്രവർത്തേനിയ ഖാസ്മാരിയ അതുര പ്രവശ പ്രവർത്തേനിയ ഹർത്താനിയ. നീ ജനസമക്ഷത്ത് മുട്ടുകുത്തിയതിനൊരു പ്രതിഫലമുണ്ട്. നീ പരസ്യമായി ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയതിനൊരു പ്രതിഫലമുണ്ട്. നീ പരസ്യമായി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തീരുമാനിച്ചതിന് ഒരു പ്രതിഫലമുണ്ട്. അനേകരെ പോലെ ഒളിച്ചും പാർത്തും നിനക്ക് വല്ല പ്രവാചകന്മാരുടെ അടുക്കൽ പോയി ജീവിക്കാമായിരുന്നോ? അനേകരെ പോലെ ഒളിച്ചും പാർത്തും നിനക്ക് പല പാസ്റ്റർമാരെ വിളിച്ച് പ്രാർത്ഥിക്കാമായിരുന്നോ? പക്ഷേ അതിലപ്പുറം ഇതാണ് സത്യമെന്നറിഞ്ഞ്, ഇതാണ് യാഥാർത്ഥ്യമെന്നറിഞ്ഞ് നീ ചങ്ക് നെറ്റിയും കൊടുത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഇറങ്ങി തിരിച്ചെങ്കിൽ ഇന്നു പകൽ നിനക്ക് വേണ്ടി പ്രത്യക്ഷനാകുന്ന ദൈവം നിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് നിന്നിട്ട് പറയോ, അതുരമന ഹർബന പ്രവർത്താനിയ അതുരമന സപ്തനാജര അതനഗട ഗജനം പ്രവർത്താനി ഘടക ധനാദിയ അരബലഘടക സംപ്രവർത്താനിയ. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവന് കൈമലർത്തി പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഹോലി സ്പിരിറ്റ് ഇന്ന് പകൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവന് വേണ്ടി, കൈമലർത്തി പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം. ഓ, നിന്റെ ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്നല്ല, പകരം 24/7 ദൈവത്തിന്റെ കണ്ണോ ദൈവത്തിന്റെ ഹൃദയമോ നിന്നോടുകൂടെ. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ട്. നിനക്ക് വേണ്ടി ഒരു എൻകൗണ്ടർ സീസൺ ഓപ്പൺ ആവുകയാണ്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവന് വേണ്ടി, കൈമലർത്തി പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഒരു എൻകൗണ്ടർ സീസൺ. വായു തുറന്ന് ഹൃദയം തുറന്ന് ശബ്ദമുയർത്തി അനുഗ്രഹിക്കുന്നവന് വേണ്ടി ഒരു എൻകൗണ്ടർ സീസൺ. ഇന്ന് പകൽക്കാല ദൈവസ്നേഹത്തിൽ അനുസരിക്കുന്നവന് വേണ്ടി ഒരു എൻകൗണ്ടർ. ഇന്ന് പകൽ ഇത് എൻ്റെ എൻകൗണ്ടർ ആണെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയുക? ഇത് എൻ്റെ എൻകൗണ്ടർ ആണെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയുക? ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയുക? ഇന്ന് പകൽ കണ്ണുകളെ അടച്ചാട്ട് ദൈവഭയത്തിനകത്ത് നിന്നാട്ട് പരിശുദ്ധാത്മാവ് ചിലരെ, ഓ, നിന്റെ പ്രാർത്ഥനകൾക്ക് നീ മുട്ടുകുത്തി നിന്നതിന്, നീ കൈമലർത്തി നിന്നതിന് നിനക്കൊരു എൻകൗണ്ടർ ഉണ്ടെന്നേ. നീ മുട്ടുകുത്തി നിന്നതിന്, നീ കൈമലർത്തി നിന്നതിന് ഒരു എൻകൗണ്ടർ ഉണ്ടെന്ന്. നിന്റെ മുഴങ്കാലിൽ വീണ തഴമ്പിന്, നിന്റെ കണ്ണിൽ നിന്നൊഴുകിയ നീർച്ചാലുകൾക്ക് നിന്റെ കൈ തളരാതെ മലർത്തിയിരുന്നതിന് ഒരു പ്രതിഫലമുണ്ട്. അത് നിന്റെ തോട്ടത്തിൽ ദൈവം ഇറങ്ങി വരുന്നതാണ്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു?